പൊസിഷനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഈ സ്റ്റെപ്പ് പെർഫോം ചെയ്തു അല്ലെ, ഡോട്ടിനെ ഓപ്പണിംഗ് ബ്രാക്കറ്റിന് അപ്പുറത്ത് മൂവ് ചെയ്തു. ഇനി ബാക്കി ഈ ഒരു പ്രൊഡക്ഷനും കൂടി ഉള്ളൂ. സോ ഹിയർ ഓൾസോ വി നീഡ് ടു മൂവ് ദ ഡോട്ട് ടു ദ നെക്സ്റ്റ് പൊസിഷൻ. സോ I4, ID. സോ I4, ID ഇത് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. F derives ID dot. So mark the production. So dot last position. If the dot reaches the last position, mark the production. And if already ഇത് existing ആണെങ്കിൽ, this item number already existing ആണെങ്കിൽ, mark that number. ഇതിന്റെ നമ്പർ എന്താണ്? ഇക്വേഷൻ നമ്പർ I5 അല്ലേ? അതെ, ഓക്കെ. അപ്പം I4 ഉള്ള പ്രൊഡക്ഷൻസിനെ ഓരോ പ്രൊഡക്ഷൻ എടുത്തിട്ട് we have moved the dot to the next position. Okay, now we need to consider ഏത് സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ആണ്? I5 ആണ്. I5 ഓൾറെഡി how many productions are there? Only one production ആണുള്ളത്. അത് ഓൾറെഡി the dot reaches the last position. ഇനി ഫർദർ ആയിട്ട് അതിൽ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, now we need to consider ഏതാണ്? I6. ഓക്കെ, സോ I6 എന്താ മൂവ് ചെയ്യണ്ടേ? I6 go to of I6, Bichu. I6 അടുത്തത് എന്താണ് പ്രൊഡക്ഷൻ മൂവ് ചെയ്യേണ്ടത്? ഏത് ടെർമിനൽ ആണോ മൂവ് ചെയ്യേണ്ടത്, നോൺ ടെർമിനൽ ആണോ മൂവ് ചെയ്യേണ്ടത്? ടെർമിനൽ, നോൺ ടെർമിനൽ. ഹലോ, ഏതാ മൂവ് ചെയ്യേണ്ടത്? ടി അല്ലേ? ടി മൂവ് ചെയ്യണം. ടി മൂവ് ചെയ്യുമ്പോ എന്തായിരിക്കും കിട്ടുന്നത്? I6 ടി മൂവ് ചെയ്യുമ്പോ ഏതൊക്കെ പ്രൊഡക്ഷനിലാണ് ടി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക? ഇറ്റ് ഹാസ് എത്ര 5 പ്രൊഡക്ഷൻസ് ഉണ്ട്. അതിൽ ഏതൊക്കെ പ്രൊഡക്ഷൻസിലാണ് ടി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക? E plus T ചെയ്യാം. E derives E plus T dot അല്ലേ? Then അത് മാത്രാണോ? അല്ല, പിന്നെ T E derives T dot star T dot star F. ഓക്കെ, ഇത് ഫർദർ ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റീസൺ സ്റ്റാർ കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ഏതാണ്? ടെർമിനൽ ആണ്. ഓക്കെ, സോ ഇത് ന്യൂ സെറ്റ് ഓഫ് ഇതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? ന്യൂ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഹിയർ വി ക്യാൻ മാർക്ക് ദിസ് എസ് എന്താണ്? ഓൾറെഡി I8 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ മാർക്ക് ദിസ് എസ് I9. ഓക്കെ ആണോ? പിച്ചു? Okay, what's the next step? Josmi? What's the next step? Hello, Mr. What's the next step? I7, I7 ആണോ? I6 എല്ലാ പ്രൊഡക്ഷൻസും മൂവ് ചെയ്തോ നമ്മള്? ഇല്ല I6, F. So it is go to of I6, F, which is equal to T produces F dot, which is already existing ആണ്. So we can write the same equation number. So equation number ഏതാണ്? I6 ആണോ? T derives F dot എന്നുള്ളത് ഏത് ഇക്വേഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? I6 ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? I3. I6 ഒരു പ്രൊഡക്ഷൻ എടുത്ത് നമ്മൾ മൂവ് ചെയ്തപ്പോ ഓൾറെഡി ഈ സെയിം ഇക്വേഷൻ ഇതിനു മുമ്പ് ചെയ്തപ്പോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഐറ്റം നമ്പർ എന്താണോ അത് തന്നെ മാർക്ക് ചെയ്യുക. ഇനി പുതിയ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കിട്ടുന്നെങ്കിൽ മാർക്ക് ഇറ്റ് ആസ് എ ന്യൂ നമ്പർ.
ഓക്കെ, ന്യൂ ഇക്വേഷൻ നമ്പർ കൊടുക്കുക, ന്യൂ ഐറ്റം നമ്പർ ആയിട്ട് അതിനെ മാർക്ക് ചെയ്യാം. ആ സെറ്റ് ഓഫ് പ്രൊഡക്ഷന് പുതിയ നെക്സ്റ്റ് ഐറ്റം ആയിട്ട് അതിനെ മാർക്ക് ചെയ്യാം. ഓക്കെ, നൗ നെക്സ്റ്റ്, ഇനി നെക്സ്റ്റ് എന്താ മൂവ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് എന്താ മൂവ് ചെയ്യേണ്ടത്? ആരോ Yes. Go to of I6 comma opening bracket. go to of I6 comma opening bracket. ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? F derives Opening bracket dot A closing bracket. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ. Eda production. ഈയുടെ പ്രൊഡക്ഷൻസ് ഏതൊക്കെയാണ്? E produces E plus dot T. ഡോട്ട് ഇ ആണോ? കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു. E produces E plus dot T. ഡോട്ട് എവിടെയായിരിക്കും വരുന്നത്? T ക്ക് മുമ്പ്. ടിക്ക് മുമ്പാണോ വരുന്നത്? എടാ, I6 ഓപ്പണിംഗ് ബ്രാക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഏത് പ്രൊഡക്ഷനിലും മാത്രമാണ് ചേഞ്ച് വരുത്തുന്നത്? F derives ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഡോട്ട് ഇ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഡോട്ട് ഇ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇയുടെ പ്രൊഡക്ഷൻസ് എഴുതുമ്പോൾ ഇക്കുള്ള പ്രൊഡക്ഷൻ എന്താണ്? ഇ പ്ലസ് ടി എം. രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്, ഇ ഡിറൈവ്സ് ടിയും. ഓക്കെ, സോ ഒരു ക്ലോഷർ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡോട്ട്, ഇയുടെ പ്രൊഡക്ഷൻ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡോട്ട് എവിടെ പ്ലേസ് ചെയ്യുക? ഫസ്റ്റ് പൊസിഷനിൽ തന്നെ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ടിയുടെ പ്രൊഡക്ഷൻസ് ആഡ് ചെയ്യണം. ടിയുടെ പ്രൊഡക്ഷൻസ് ഏതൊക്കെയാണ്? ടി ഡിറൈവ്സ് ടി സ്റ്റാർ, ടി ഡിറൈവ്സ് എഫ് അല്ലേ? ഓക്കെ, ഇവിടെയും എന്ത് മാർക്ക് ചെയ്യണം? ഡോട്ട് ഫസ്റ്റ് പൊസിഷനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അഗെയിൻ ഡോട്ട് എഫ് വരുന്നതുകൊണ്ടാണ് എഫിന്റെ പ്രൊഡക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആൻഡ് ദ ഡോട്ട് ഷുഡ് ബി ആഡഡ് ഇൻ ദ ഫ്രണ്ട് പൊസിഷൻ ആൻഡ് എഫ് ഡിറൈവ് ഐ ഡി, അതിലും ഡോട്ട് എവിടെയായിരിക്കും വരുന്നത്? ഫസ്റ്റ് പൊസിഷൻ. സോ ദിസ് ഇസ് ഓൾസോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഏതാണ് അതിന്റെ നമ്പർ? ഏതാണ് അതിന്റെ നമ്പർ? ഏതാണ് അതിന്റെ നമ്പർ? I4. I4. So here also we can mark this as I4. Okay, again ഇപ്പൊ I6 എല്ലാ പ്രൊഡക്ഷനും ഒരു സ്റ്റെപ്പ് അപ്പുറത്ത് മൂവ് ചെയ്തോ? ഇല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. ഏതാണ്? അഞ്ചു? അഞ്ചു അക്ഷര? അക്ഷര? ഹലോ. അടുത്തത് എന്താ മൂവ് ചെയ്യേണ്ടത്? I6 ID അല്ലേ മിസ്സേ? I6, ID. Okay, so ID. Production becomes product T produce F produces ID dot. ID dot. Okay, so what's the number? Equation number? Equation number I5. Okay. Next, Merlin. Yes. What next step? I7. Go to I7, F. I7, F. So this is equal to ഏത് പ്രൊഡക്ഷൻ ആണ് വരുന്നത്?
T derives T star F dot T star F dot. ഡോട്ട് ലാസ്റ്റ് എത്തുന്നതിനെ ജസ്റ്റ് ബോക്സ് ഇട്ട് വെക്കുക. ഓക്കെ, സോ ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ ഇല്ലെങ്കിൽ പുതിയതാണോ? പുതിയതാ. അപ്പം വാട്ട്സ് നമ്പർ? I10. I10. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? I7ല് എല്ലാ പ്രൊഡക്ഷനും മൂവ് ചെയ്തോ? ഇല്ല. I7ല് ഫർദർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഏതാണ്? മറിയ? മറിയ, വാട്ട്സ് നെക്സ്റ്റ്? അറിയില്ല. ശ്രീ പ്രസാദ്? വാട്ട്സ് നെക്സ്റ്റ്? വാട്ട്സ് നെക്സ്റ്റ്? Go to off. I7, F മൂവ് ചെയ്തു. ഇനി അടുത്ത പ്രൊഡക്ഷൻ ഏതാണ്? അടുത്ത പ്രൊഡക്ഷൻ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ ഏതൊക്കെ പ്രൊഡക്ഷൻസ് ആയിരിക്കും വരുന്നത്? ഒന്ന് വേഗം പറഞ്ഞ, ഏതൊക്കെ പ്രൊഡക്ഷൻസ് ആയിരിക്കും വരുന്നത്? F produces opening bracket dot E closing bracket. Then next dot E ആണ് വരുന്നെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് എഴുതണം? ഈയുടെ പ്രൊഡക്ഷൻസ് എഴുതുക. We need to write ഈയുടെ രണ്ട് പ്രൊഡക്ഷൻസ്. മറ്റേ F produces ID. ഏതാണ്? F produces ID അല്ല. Dot E ആണ്. E produces E. E produces plus T. പിന്നെ T വരുമ്പോ ഡോട്ട് T ആണ് വരുന്നെങ്കിൽ ടിയുടെ പ്രൊഡക്ഷൻസ് എഴുതണം. ടിയുടെ പ്രൊഡക്ഷൻസ് എഴുതുക with dot in the first position, so it is T derives dot T star F, T derives dot F. Okay, so F ആണ് വരുന്നെങ്കിൽ വീണ്ടും എന്ത് എഴുതണം? F-ൽ തുടങ്ങുന്ന പ്രൊഡക്ഷൻസ് എഴുതണം dot in the first position. Okay, so this is already existing ആണോ? Already existing ആണോ? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ ശ്രീ പ്രസാദ്? ഏതാണ് ഇക്വേഷൻ നമ്പർ? I4. ഓക്കെ, സിമിലർലി ഏതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? I7, ID, that is also already existing. ID ആണ്. Then നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അഞ്ജലി? നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത I8 അല്ലേ? I8. അതെ. Go to of I8, closing bracket. ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണോ? പ്ലസ് മൂവ് ചെയ്തോ? ഓക്കെ, പ്ലസ്. I8 ആദ്യത്തെ പ്രൊഡക്ഷൻ ഏതാണ്? പ്ലസ്. പ്ലസ് ഫസ്റ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. ഓക്കെ, ക്ലോസിംഗ് ബ്രാക്കറ്റ് മൂവ് ചെയ്യാം. ഓക്കെ, ലെറ്റ് ഇറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ്.
ക്ലോസിംഗ് ബ്രാക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? F produces ഉം. opening bracket ഉം. E ഉം. closing bracket ഉം. dot. Okay, so mark this production. Okay, and equation ഇത് number പുതിയൊരു I11. I11. Okay, ഇനി അടുത്തത് ഒന്ന് വേഗം പറഞ്ഞു അഞ്ജലി. നെക്സ്റ്റ് ഗോ ടു I8 പ്ലസ് പ്ലസ് മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? E produces ഉം. E പ്ലസ് ഡോട്ട് ടി. ഉം. ഇനി അടുത്ത ടിയുടെ പ്രൊഡക്ഷൻ ആയ T produces T ഡോട്ട് സ്റ്റാർ F. T produces dot F produces dot opening bracket E closing bracket. F produces dot ID. Okay, so what's the equation number? Already existing ആണോ? ഒരു മിനിറ്റ് മിസ്, അതിന്റെ I8 പ്ലസ് വരുമ്പം ആദ്യം F പ്രൊഡ്യൂസസ് E പ്ലസ് ഡോട്ട് ചെയ്യുന്നില്ലേ? F produces അല്ലടാ, നേരത്തെ I8 എഴുതിയത് F പ്രൊഡ്യൂസസ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് E ഡോട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് എന്നായിരുന്നു. അല്ല I8 കിട്ടിയപ്പോ E derives E ഡോട്ട് പ്ലസ് ടി അല്ലേ? F പ്രൊഡ്യൂസസ് E ഡോട്ട് പ്ലസ് ടി അല്ലായിരുന്നോ? I8 എപ്പോഴാ കിട്ടിയതെന്നൊന്ന് നോക്ക്. ഡിറൈവ്സ് എന്നായിരുന്നു എഴുതിയത്. E ആണോ? F derives ഓപ്പണിംഗ് ബ്രാക്കറ്റ് E ഡോട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റും E derives E ഡോട്ട് പ്ലസ് പ്ലസ്. മിസ് ചെയ്ത് I6 ആണേ. അർജുൻ കിട്ടിയോ? മനസ്സിലായോ അർജുൻ? മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇപ്പൊ I8 എല്ലാ പ്രൊഡക്ഷനും ഒരു പൊസിഷൻ മൂവ് ചെയ്തു. ഇനി I9 നോക്ക്. I9 സ്റ്റാർ അല്ലേ മിസ്? I9 സ്റ്റാർ. I9 സ്റ്റാർ which is equal to എന്തൊക്കെയാ പ്രൊഡക്ഷൻസ് വരുന്നത്? T produces T star dot F. F produces dot opening bracket E closing bracket. F produces dot ID. ഇത് എക്സിസ്റ്റിംഗ് ആണോ? അതെ മിസ്. I7. ഓക്കെ, I9 വേറെ പ്രൊഡക്ഷൻസ് ഉണ്ടോ? I9 ഇല്ല മിസ്. ഇല്ല. I10 ഇനി ഉണ്ടോ നോക്ക്. I10 ഇല്ല. I10 ഒരു പ്രൊഡക്ഷനേ ഉള്ളൂ, ദാറ്റ് ഡോട്ട് റീച്ചസ് ദ ലാസ്റ്റ് പൊസിഷൻ. ഇനി ഡോട്ടിനെ മൂവ് ചെയ്യാൻ ലൊക്കേഷൻ ഇല്ല. I11 മറ്റൊരു പ്രൊഡക്ഷനേ ഉള്ളൂ, അതും റീച്ചസ് ദ ലാസ്റ്റ് പൊസിഷൻ. സോ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇതുവരെ ക്ലിയർ ആണോ? Okay, so now take to the steps for constructing SLR pass table. ഈ I8 കഴിഞ്ഞ് നമ്മൾ I2 എഴുതിയല്ലോ, I4, T വന്നപ്പം. എന്താ മനസ്സിലായത്? I8 കഴിഞ്ഞ് നമ്മൾ I4, T എഴുതിയേ. അപ്പൊ അത് I2 ആയതുകൊണ്ട് I2 എന്ന് എഴുതി. അപ്പം അതിലും ഡോട്ട് ലാസ്റ്റ് വരെ എത്താത്ത പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും നോക്കണ്ട. അങ്ങനെയല്ല, അതായത് ഫസ്റ്റ് നമ്മൾ എന്താണ് I0, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് I4 കിട്ടിയത്.
അല്ലെ? അതെ അതെ. ഐ4ലുള്ള സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസിനെ എന്ത് ചെയ്യാ? ഡോട്ടിനെ ഓരോ പൊസിഷൻ മൂവ് ചെയ്യാം. ഓക്കെ. ഓക്കെ. സോ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ചിലപ്പോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഐറ്റംസ് കിട്ടും. ഓക്കെ. എല്ലാ പ്രൊഡക്ഷൻ, അതായത് എല്ലാ പ്രൊഡക്ഷനും ലാസ്റ്റ് ഇപ്പൊ തന്നെ നോക്ക്, എല്ലാ പ്രൊഡക്ഷന്റെയും ഡോട്ട് ലാസ്റ്റ് എത്തിയിട്ടില്ലേ? നമ്മൾ എടുത്തിട്ടുള്ള 6 പ്രൊഡക്ഷനും ഡോട്ട് ലാസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടില്ലേ? ഓക്കെ, അത്രയും നോക്കിയാൽ മതി. ചിലത് അങ്ങനെ റിപ്പീറ്റഡ്ലി വന്നോണ്ടിരിക്കും. മനസ്സിലായോ? നമ്മളിപ്പോ ഡോട്ട് ടി ആണെങ്കിൽ അതിന്റെ ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ അത് റിപ്പീറ്റഡ്ലി വന്നോണ്ടിരിക്കും. ഓക്കെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോ-ടു ചെയ്യുമ്പോൾ നമുക്കൊരു 2 പ്രൊഡക്ഷൻ ആണ് കിട്ടുന്നെങ്കിൽ ഫസ്റ്റ് തന്നെ നോക്കാം, ഓഗ്മെന്റഡ് നമ്മൾ എടുത്തപ്പോ തന്നെ എന്ത് ചെയ്യണം? I0 തന്നെ ഒരു പൊസിഷൻ അങ്ങോട്ട് മൂവ് ചെയ്യാം. ഓക്കെ. ദെൻ അത് എല്ലാം ഒരു പൊസിഷനിൽ മൂവ് ചെയ്തതിന് ശേഷം വേണം ഏതിലോട്ട് വരാൻ? I1 എന്നുള്ള ഇക്വേഷൻ നമ്പറിലോട്ട് വരാൻ. ഓക്കെ. I1 എന്നുള്ള ഇക്വേഷനിലുള്ള ഓരോ പ്രൊഡക്ഷനെയും ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യാം. ദെൻ വീണ്ടും ഏതിലോട്ട് പോവാൻ? അതിലുള്ള ഓരോ പ്രൊഡക്ഷനും മൂവ് ചെയ്തിട്ട് വേണം ഏതിലോട്ട് പോവാൻ? I2ലോട്ട് പോവാൻ. ഓക്കെ, അങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഓക്കെ. Okay, now construction of SLR pass table. Construct first നമ്മൾ ഇപ്പൊ ഇത്രയും നേരം കൺസ്ട്രക്ട് ചെയ്തതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, construct C is equal to I0, I1 up to In. The collection of LR0 items for G. LR of 0 items. Collection of LR of 0 items for grammar G. Second step, state I is constructed from II. State small I is constructed from II, capital I. Okay. So first condition, if A derives alpha dot A beta is in II and എഴുതുന്നുണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? If A derives alpha dot A beta is in II and go-to of II comma A is equal to IJ, അല്ലെ? ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്? ഓരോ സ്റ്റെപ്പിലും നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇതാണ് നിന്നോട്ടെ. എപ്പോഴും എങ്ങനെയാ ചെയ്യുന്നത്? go-to of I0 കോമ ഒരു വാല്യൂ which is equal to ഒരു ഇക്വേഷൻ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ. then set action of ടേബിളിന്റെ ആക്ഷൻ പാർട്ടില് action of I comma A is equal to shift J for terminal A. മനസ്സിലായോ? Can able to get it? So for example, if നമ്മളിപ്പോ ഡിറൈവ് ചെയ്തതില് ഈ A എന്ന് പറയുന്നത് എന്തായിരിക്കണം? ടെർമിനൽ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ ടെർമിനൽ മൂവ് ചെയ്യുന്നുണ്ട്, നോൺ ടെർമിനൽ മൂവ് ചെയ്യുന്നുണ്ട്. So here we need to consider the terminals. Okay, so if there is a step go-to of I0 comma opening brackets is equal to I4 ആണെങ്കിൽ then in your table you have എന്താണ്? 2 parts, action as well as go-to. അല്ലെ? ആക്ഷനില് സെറ്റ് ഓഫ് ടെർമിനൽസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, ID. ബോർഡ് കാണുന്നുണ്ടോ? ബോർഡ്
ബോർഡ് കാണുന്നുണ്ടോ? പക്ഷെ കാണാം, പക്ഷെ അത്ര ക്ലിയർ ക്ലിയർ അല്ല. കാണാൻ പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, സോ ഈ പോർഷനിൽ എഴുതാം. ആക്ഷൻ ഓഫ്, നമുക്ക് ടേബിളിൽ വി ഹാവ് എന്താണ് ആക്ഷൻ പാർട്ട് as well as എന്താണ് ഗോ ടു പാർട്ട്. ഓൾറെഡി നിങ്ങളുടെ നിങ്ങൾ ടേബിൾ വരച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പുറത്ത് സ്റ്റേറ്റിൽ 0, 1, 2, 3 എക്സെട്ര അപ് ടു 11 വരെ. ഇപ്പൊ നമുക്ക് എത്ര ആയി കിട്ടിയോ അത്രയും സ്റ്റേറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, എത്ര ഇക്വേഷൻ നമ്പർ കിട്ടിയോ അത്രയും സ്റ്റേറ്റ്സ് മാർക്ക് ചെയ്യാം. ദെൻ എന്താ മാർക്ക് ചെയ്യണത്? if there is a statement like this, that is go to of I0 comma opening bracket is equal to I4 ആണെങ്കിൽ then action പാർട്ടിൽ here we have എന്താണ് opening bracket, closing bracket, ID plus star ഇതൊക്കെ ഉണ്ട്. ഓക്കെ, so in the location 0 comma opening bracket we need to mark 0 comma opening bracket we need to mark എന്താണ് S4. ഇങ്ങനെ തന്നെയാണോ കിടക്കുന്ന ടേബിളിൽ? ടേബിളിൽ എങ്ങനെയുണ്ടോ? ടേബിൾ ഒന്ന് ചെക്ക് ചെയ്തേ. പക്ഷെ ടേബിൾ വരച്ചില്ലായിരുന്നു. അല്ല, ടേബിൾ നിങ്ങൾ ഓൾറെഡി ഞാൻ സെൻഡ് ചെയ്ത് വരച്ചിട്ടില്ല. ഇല്ല, അത് വരച്ചില്ല, നോക്കിയതായിരുന്നു പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ടേബിൾ ഒന്ന് ചെക്ക് ചെയ്തേ. S4 ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ആക്ഷൻ പാർട്ടിൽ തന്നെ ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കൂടി ഉണ്ട്. സോ ലിസൺ, സെക്കൻഡ് പോയിന്റ് 2A ആണ് ആദ്യം നമ്മൾ എഴുതിയത്. ഇഫ് ദർ ഇസ് എ പ്രൊഡക്ഷൻ ഓഫ് ദ ഫോം A derives alpha dot A beta is in II and go to of I comma A is equal to IJ, then set എന്താണ് action of I comma A is equal to shift J for terminal A. Okay, so second point is if there is a production A derives alpha dot is in II. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആൽഫ ഡോട്ട് ഒന്ന് മാർക്ക് ചെയ്തിടണം. ഡോട്ട് ലാസ്റ്റ് പൊസിഷനിൽ എത്തുന്ന ഇതിനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് ഇടുക. സോ is in II, then action of I comma A is reduce of A derives alpha. Okay, so ഈ A എന്ന് പറയുന്നത് here we need to find എന്താണ് follow of A find ചെയ്യാം. Okay, so if there is a production, ഇങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ഏതെങ്കിലും ഒരു നമ്പറിലായിരിക്കും എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ആ നമ്പർ കോമ ഫോളോ ഓഫ് എയിൽ എന്ത് മാർക്ക് ചെയ്യാ, R എന്ന് മാർക്ക് ചെയ്യാ വിത്ത് ആ പ്രൊഡക്ഷന്റെ നമ്പർ. Clear? Is it clear? Okay, so listen, if there is a production A derives alpha dot എന്ന് പറയുന്നത് ലാസ്റ്റ് പൊസിഷനിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമ്പറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഐറ്റം നമ്പർ ദാറ്റ് നമ്പർ കോമ ഫോളോ ഓഫ് എയിൽ എന്ത് പ്ലേസ് ചെയ്യണം? we need to place R with ഒരു നമ്പർ. ആ നമ്പർ നമ്മൾ ഓൾറെഡി നമ്പർ ചെയ്തിട്ടുണ്ട്. ഗ്രാമർ തരുമ്പോൾ തന്നെ 1, 2, 3, 4 നമ്പർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിൽ R1 എന്ന് മാർക്ക് ചെയ്യുക, സെക്കൻഡ് പ്രൊഡക്ഷൻ ആണെങ്കിൽ R2 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായി. ബാക്കിയുള്ളവര് ജോസ്വിൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആവും. എങ്ങടാ അല്ല, ടേബിൾ വരയ്ക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആവും. ഓക്കെ, ഒന്ന് നമുക്ക് ടേബിളിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ വൺ മോർ ആക്ഷൻ, തേർഡ് ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ടേബിൾ വരയ്ക്കുമ്പോൾ ഇത് ഒന്ന് കുറച്ചും കൂടി ക്ലിയർ ആക്കാം. Okay, so third point 2C, if there is a production S dash derives S dot is in IJ, then action of J comma dollar mark it as accept. ഇത് സിമ്പിൾ ആണ്. ദാറ്റ് ഇസ് എവിടെയാണോ ആ ഓഗ്മെന്റഡ് ഗ്രാമർ എൻഡ് ചെയ്യുന്നത് ആ നമ്പർ നോട്ട് ചെയ്യുക.
ആ നമ്പർ I1 ആണ്, I1 ലാണ് എൻഡ് ചെയ്യുന്നത് അല്ലെ, ഈ സെറ്റിൽ I1 ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം $1 എന്ത് പ്ലേസ് ചെയ്യണം? അക്സെപ്റ്റ് എന്ന് പ്ലേസ് ചെയ്യണം. $1 എന്ത് പ്ലേസ് ചെയ്യുക? അക്സെപ്റ്റ്. $1 need to place it as accept. Okay, so ഈ സെക്കൻഡ് റൂൾ മാത്രമാണ് കൺഫ്യൂസിങ്, ബാക്കിയൊക്കെ എളുപ്പമാണ്. സെക്കൻഡ് ഉള്ളത് മാത്രമാണ്, ആ ഫോളോ കണ്ടുപിടിക്കുന്നത് മാത്രം, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ബാക്കിയുള്ള കേസസ് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ്. ഇപ്പൊ ഇത്രയും നേരം ആക്ഷൻ പാർട്ടിലാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. Now we need to consider എന്താണ് go to part. Okay, so if go to of I comma A, that is A is a non-terminal, is equal to Ij, then enta mark kiya, then go to of I comma A is equal to J nu mark kiya. Okay, so if there is a step go to of I comma capital A, that is ഒരു non-terminal ആണെങ്കിൽ, then എന്ത് പാർട്ടിൽ മാർക്ക് ചെയ്യണം? is equal to Ij ആണെങ്കിൽ, then we need to mark an entry in the go to part, that is I comma capital A is equal to J എന്നുള്ള ആ നമ്പർ മാത്രം മാർക്ക് ചെയ്യുക അല്ലെ. ഗോ ടു പാർട്ടിൽ നോർമലി വി യൂസ് ടു ഹാവ് എന്താണ് നമ്പേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ, ഗോ ടു ഓഫ് 0, E is equal to I0, E is equal to I1 ആണ്. ഓക്കെ, സോ വി നീഡ് ടു മാർക്ക് എന്താണ് 0, E എന്നുള്ള ലൊക്കേഷനിൽ ഗോ ടു പോർഷനിൽ ഏതാണ് ടേബിളിന്റെ ഗോ ടു പോർഷനിൽ 0, Eയിൽ വി നീഡ് ടു മാർക്ക് ദ എൻട്രി ആസ് 1. ഓക്കെ, സോ ഇതും ടെർമിനൽ ആണെങ്കിൽ അപ്പൊ എന്ത് ലൊക്കേഷനിൽ മാർക്ക് ചെയ്യുക? ആക്ഷൻ പാർട്ടിൽ മാർക്ക് ചെയ്യുക. ഇഫ് ഇറ്റ് ഇസ് എ നോൺ ടെർമിനൽ ആണെങ്കിൽ വി നീഡ് ടു മാർക്ക് ഇറ്റ് ഓൺ ദി ഗോ ടു പാർട്ട് ഓഫ് ദി ടേബിൾ. ഓക്കെ, ബാക്കിയുള്ള കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ എന്താണ്? എവിടെയാണ് ഓഗ്മെന്റഡ് ഗ്രാമർ എൻഡ് ചെയ്യുന്നത് ആ ഇക്വേഷൻ നമ്പർ നോട്ട് ചെയ്യുക. ദെൻ അതിന്റെ ആക്ഷൻ പാർട്ടില് ആക്ഷൻ ഓഫ് I comma A എന്ത് മാർക്ക് ചെയ്യുക? അക്സെപ്റ്റ് എന്ന് മാർക്ക് ചെയ്യുക. സോറി, I comma J comma $ൽ എന്ത് മാർക്ക് ചെയ്യുക? അക്സെപ്റ്റ് എന്ന് മാർക്ക് ചെയ്യുക. എവിടെയാണോ എൻഡ് ചെയ്യുന്നത് ആ ഇക്വേഷൻ നമ്പർ കോമ $ൽ എന്ത് മാർക്ക് ചെയ്യുക? അക്സെപ്റ്റ് എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇഫ് ദ പ്രൊഡക്ഷൻ എൻഡ്സ് ഇൻ ഏതെങ്കിലും ഒരു ഐജയിൽ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ J കോമ ഫോളോ ഓഫ് ഏതാണ് പ്രൊഡക്ഷൻ, ഏത് പ്രൊഡക്ഷൻ ആണോ പ്രൊഡക്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എലമെന്റിന്റെ ഫോളോ കാൽക്കുലേറ്റ് ചെയ്യുക. ഫോളോ ഓഫ് ആ വാല്യൂല് എന്ത് പ്ലേസ് ചെയ്യുക? J കോമ ഫോളോ ഓഫ് എയിൽ എന്ത് പ്ലേസ് ചെയ്യുക? ആ പ്രൊഡക്ഷന്റെ നമ്പർ പ്ലേസ് ചെയ്യുക വിത്ത് എ ലെറ്റർ R. ഓക്കെ, R ഫോളോഡ് ബൈ ആ ഇക്വേഷൻ, ആ ഗ്രാമറിന്റെ നമ്പർ. ഓക്കെ, സോ ദീസ് ആർ ദ steps for constructing SLR pass table. Then fourth point, all entries not defined by rules 2 and 3 are error. All entries not defined by rule 2 and 3 are error. Fifth step, initial state of parser is the one constructed from set of items containing initial state of parser is the one constructed from set of items containing s dash derives dot s. അല്ലെ, initially we start from എന്താണ്? The augmented grammar. Okay, so is it clear? Okay, so listen. Constructed from set of items containing s dash derives dot s. S dash derives dot s. Okay, so before constructing എന്താണ് SLR pass table, we need to find എന്താണ് follow of these elements. Follow of these elements. Follow of എന്താണ് നമുക്ക് ഇത് തന്നിട്ടുള്ളത്? E derives E plus T, E derives T, T derives T star F, T derives F,
F derives opening bracket E closing bracket and F derives ID. Okay. So now we can mark this is equation 1, 2. This productions in a number 1, 2, 3, 4, 5, 6. Okay. Then what about follow of E? Follow of E already നമ്മൾ calculate ചെയ്തിട്ടുള്ളതാണ്. Follow of E. So ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണ്ട, ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്യണ്ട. എലിമിനേറ്റ് ചെയ്യേണ്ടതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. റീസൺ നമുക്ക് ഇവിടെ വരുന്ന നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത് ഇയും ടിയും എഫും മാത്രമാണ്. ഓക്കെ, സോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോളോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്യണ്ട. സോ ഫോളോ ഓഫ് ഇ എന്തൊക്കെയാണ്? ഡോളർ വരും. ഡോളർ വരും. ഫോളോ ഓഫ് ഇ എന്താണ്? ഡോളർ പ്ലസ് ഡോളർ ക്ലോസിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഓക്കെ, ദെൻ ഫോളോ ഓഫ് ടി. ഈ മൂന്നെണ്ണത്തിന്റെ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫോളോ ഓഫ് ടി, ഫോളോ ഓഫ് ഇ. ഫോളോ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഫോളോ ഓഫ് ഇ മാത്രമാണോ? പിന്നെ സ്റ്റാർ വരും. സ്റ്റാർ follow of E, so it is dollar plus closing bracket. Then what about follow of F? Follow of F, follow of T. Follow of T. അതല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. Follow of T. ഇല്ല. So again star dollar comma plus closing bracket. Okay, so ഇത്രയും മാർക്ക് ചെയ്തിടുക. നമുക്ക് ടേബിള് നെക്സ്റ്റ് 4th അവറിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതില് ശരിക്കും ഇവിടെ ഫോളോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫോളോ എവിടെയാണ് ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്യേണ്ടത്. പ്രിഡിക്റ്റീവ് പാസിംഗില് ഫോളോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് ഫോളോ കാൽക്കുലേറ്റ് ചെയ്യാം. വൈറസ് ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് അത് വെച്ചിട്ട് ഈ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഫോളോ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ മാറിപ്പോരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിന്റെ കൺസ്ട്രക്ഷൻ തന്നെ മൊത്തമായിട്ട് മാറിപ്പോകും. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ ചെയ്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് വേണമെങ്കിൽ അത് ഒറ്റ സ്ട്രെച്ചിൽ എഴുതി വെക്കാം. അതായത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. എത്ര ഗോട്ടു നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. റീസൺ നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ദാറ്റ് ഈസ് ഗോട്ടു ഓഫ് I0, E which is equal to I1. ഇങ്ങനെ എല്ലാ സെറ്റും ഒന്ന് എഴുതി വെച്ചേ. ഓക്കെ, ഒന്ന് എഴുതി വെക്കേട്ടാ. റീസൺ നമുക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈ സ്റ്റെപ്പ് മസ്റ്റ് അല്ല, വേണമെങ്കിൽ നമുക്ക് ഓൾറെഡി നിങ്ങൾ ചെയ്തത് വെച്ചിട്ട് മാർക്ക് ചെയ്താലും മതി, കുഴപ്പമില്ല. നെക്സ്റ്റ് അവറിൽ നമുക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. 4th അവർ ആണേ. ആദിൽ, അഭിജിത്ത്, അക്ഷര, Present miss. ഓക്കെ. അഞ്ജലി, Present miss. അഞ്ജു, ആൻജോ. പ്രസന്റ് മിസ്. ആൻഡോ അസൈൻമെന്റ് റെഡി ആണോ ആൻജോ? അതെ മിസ്. പറയാട്ടാ. അപർണ, അപർണ പ്രതാപ്, അരവിന്ദ്, ആരം, Present miss. അർജുൻ,
ബിച്ചു, Present, miss. ജീവൻ, ജോസ്വിൻ, Present, miss. കൃഷ്ണരാജ്, Present, miss. മാധവ്, മറിയ, മെർലിൻ, Present, miss. മുബിൻ, ഹാഫിസ്. Present, miss. ഓക്കെ മുബിൻ. റുബിൻ, Present, miss. നജ്മ, Present, miss. നൗറിൻ, Present, miss. പാർവതി, Present, miss. സാന്ദ്ര, Present, miss. ശ്രീപ്രസാദ്, ശ്രീപ്രസാദ്, ശ്രുതി, വിഷ്ണുപ്രിയ, Present, miss. അജീന, Present, miss. മിസ് എന്നെ വിളിച്ചില്ല. ആരെയാ വിളിക്കാത്ത? അഖിൽ. അജീന കഴിഞ്ഞിട്ടല്ലേ നിന്റെ നമ്പർ? ആ ശരി ശരിയാ. ആ? അതെ അതെ. ജോസ്മി, Present, miss. ഓക്കെ. ആബ്സെന്റ് ഇസ് അഭിജിത്ത്. മിസ് അഭിജിത്ത് ഉണ്ടായിരുന്നു, അവന്റെ നെറ്റ് പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ജീവൻ എന്ത് പറ്റിയിടാ? അറിയില്ല മിസ്. മാധവ്, മാധവന് അറിയില്ല, ഒന്നും പറഞ്ഞില്ല. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ് ഈ ടോപ്പിക്. സോ ആബ്സെന്റ് ഇസ് ജീവൻ. ആ, എവിടെയായിരുന്നു നീ? ഉണ്ടായിരുന്നോ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ജീവന് മനസ്സിലാവുന്നുണ്ടോ ക്ലാസ് ഒക്കെ? വെറുതെ ഓൺ ചെയ്തിട്ടിരിക്കാണോ ക്ലാസ്? അല്ല, കേൾക്കുന്നുണ്ട്. ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടാ. ആ, ജീവനായിരിക്കും ആദ്യം പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, 4th അവർ കേറണം കേട്ടോ. ഓക്കെ. മറിയ ആൻഡ് മാധവ് ആബ്സെന്റീസ്. ഓക്കെ, സോ നെക്സ്റ്റ് അവർ നോക്കാം. പിന്നെ നിങ്ങളുടെ പ്രൊജക്ട് ഒക്കെ എത്രത്തോളമായി ജോസ്വിൻ? മിസ് എന്നാ ഡിപ്ലോയ് ചെയ്യണ്ട, ബിൽഡ് ചെയ്യുന്നതിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്, ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഇന്നപ്പൊ ചെയ്യാൻ പറ്റുമോ? ആ, ചെയ്യാൻ പറ്റും. ആ, ഓക്കെ ഓക്കെ. ബാക്കിയുള്ളത് അർജുൻ. ഒരുമാതിരി കംപ്ലീറ്റ് ആയി, പക്ഷെ അത് അങ്ങോട്ട് വെക്കാനുള്ള ഫൈനൽ സ്റ്റെപ്പിൽ എറർ കാണിക്കുന്നു. അതാ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ആരൊക്കെ? കൃഷ്ണരാജ് ഉണ്ടായിരുന്നല്ലേ? അത് കുറച്ചും കൂടി ഉണ്ട്, നോക്കട്ടെ പറ്റും. നോക്കട്ടാ, എക്സ്റ്റൻഷൻ ഒന്ന് ചോദിച്ചൂടെ നോക്കോ? ആ ഗ്രൂപ്പില് ചോദിക്കുന്നുണ്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ, അവരൊന്നും പറഞ്ഞില്ല. ഓക്കെ, എല്ലാവരും കൂടി ചോദിച്ചോ? എല്ലാവരും കൂടി റിക്വസ്റ്റ് ചെയ്തോ? അപ്പൊ പിന്നെ ചിലപ്പോ നടക്കുമായിരിക്കും. ആരെങ്കിലും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ, വേറെ പിള്ളേര് ചോദിക്കുന്നുണ്ടോ? ആ, നിങ്ങളും കൂടി ചോദിച്ചോ? നിങ്ങളും കൂടി ചോദിക്കേ. എന്നാലേ കുറെ പേരുടെ റിക്വസ്റ്റ് വന്നാലേ ചിലപ്പോ അവര് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്ന് എല്ലാവരും കൂടി ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കേ. ഓക്കെ ഇടാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.